വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേമാതിരത്തെ നെല്ലിക്ക കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. കടയിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചപ്പോൾ 5 രൂപയാണ്. എനിക്ക് അതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പപ്പൂടെ അത് വീണ്ടും മേടിച്ച് തരാൻ പറയുമ്പോൾ പപ്പ പറഞ്ഞു പോയി മേടിക്കേണ്ട, പിന്നെ അതിൽ എന്തൊക്കെ ചേർത്തെന്ന് നമുക്ക് അറിയില്ലല്ലോ, അപ്പോൾ നമുക്കത് വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പ പോയി കുറച്ച് നെല്ലിക്ക മേടിച്ചു കൊടുന്നു. പിന്നെ ആ നെല്ലിക്ക നല്ല ഫ്രഷ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ചിലതൊക്കെ ചീന്നൊക്കെ നമ്മൾ വേഗം എടുത്ത് കളഞ്ഞ് എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് അതിൻ്റെ ചുറ്റും വര ഇട്ട് കൊടുത്ത് ഇങ്ങനെ അതെന്തിനാണെന്ന് വെച്ചാൽ ഉപ്പ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. നമ്മുടെ പണികൾ ചെയ്യേണ്ട ഇടയിൽ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അത് അവിടെ വയ്ക്കാം. എന്നിട്ട് നമ്മൾ എടുത്തുള്ള ഒരു പാത്രം, അപ്പോൾ ഞങ്ങൾ എടുത്തുള്ള ചില്ലിൻ്റെയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിളകരിന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ മിളക് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് തടി കൂടിയ മിളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിളക് ഇടുന്നത്. പിന്നെ നേരുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് നല്ലതല്ല, അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത്. പിന്നെ നേരുമ്പോൾ നമ്മൾ സുർക്കൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസം ഉണ്ടാവും. അത്രയും നന്നായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതായത് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് തന്നെ അറിയാം. പക്ഷെ കടയിൽ കിട്ടുന്നതിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. ബൈ ബൈ.